ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. അച്ഛൻ എന്നെ കാണിക്കുന്നേ? അവള് നീ ജീവിച്ചിരിക്കണ്ട. അവളെ ഞാൻ കൊല്ലും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അച്ഛൻ എങ്ങോട്ട് പോവല്ലേ? മാറിയേക്ക്. എന്നെ തടയാൻ നോക്കരുത്. അയ്യോ എന്റെ പൊന്ന് സേതുവേട്ടാ, ഞാൻ അതൊന്നും ഉദ്ദേശിച്ച് പറഞ്ഞതല്ല. ഇവള് പറയുന്നത് പോലെ ഞാൻ സേതുവേട്ടനെ വിഷമിപ്പിക്കണമെന്ന് സത്യത്തിൽ മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല. ദാ സേതുവേട്ടന് എന്തെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്നോടങ്ങ് ക്ഷമിച്ചേരും. വായി തോന്നുന്ന പൊട്ടത്തരം ഇവിടെ വന്ന് വിളിച്ചു പറയുന്നതിന് മുൻപ് അതൊക്കെ ഓർക്കണമായിരുന്നു. അതെ, നിങ്ങൾ അമ്മയെ കുറ്റപ്പെടുത്തണ്ട. അമ്മയ്ക്കൊരു അബദ്ധം പറ്റിയതാ അല്ലേ അമ്മ? അബദ്ധം പറ്റിയതായാലും അല്ലെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അമ്മ മേലിൽ ഇവിടെ വന്ന് സംസാരിക്കരുത്. അമ്മേ, എന്റെ ഭർത്താവും കുടുംബവും എവിടെയാണോ താമസിക്കുന്നത് അതാണ് എന്റെ വീട്. അത് വാടക വീടായാലും സ്വന്തം വീടായാലും അതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റൊന്നുമില്ല. അമ്മ ഈ പറഞ്ഞത് അച്ഛനെ അപമാനിക്കുന്നതിന് തുല്യായിപ്പോയി. ഞാൻ അതൊന്നും ആലോചിച്ച് പറഞ്ഞതല്ല. സേതുവേട്ടനെ അപമാനിക്കുന്ന രീതിയിൽ ഞാൻ മനഃപൂർവ്വം എന്തെങ്കിലും പറയുന്ന സേതുവേട്ടന് തോന്നുന്നുണ്ടോ? ഉണ്ടോ? അമ്മ ഇനി കിടന്ന് ഉരുളൊന്നും വേണ്ട. പറഞ്ഞ വാക്കുകളൊന്നും തിരിച്ചെടുക്കാനും പറ്റില്ല. മോളെ മതി. കമല മനഃപൂർവ്വം നമ്മളെ വേദനിപ്പിക്കാൻ വേണ്ടി ഒന്നും പറയില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടെ? ഇനി അതൊക്കെ പോട്ടെ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾ നേരത്തെ തീരുമാനിച്ച പോലെ തന്നെ നൂലുകെട്ട് നമുക്ക് ഇവിടെ വെച്ച് തന്നെ നടത്താം. അത് മതി, അത് മതി. എല്ലാ സേതുവേട്ടന് ഇഷ്ടം പോലെ മതി. നൂലുകെട്ട് ചടങ്ങ് കഴിഞ്ഞാൽ പെരുവണ്ണാപുരത്ത് അപ്പന്റെ മുന്നിൽ പോയി അർച്ചനയും സച്ചിയും തമ്മിലുള്ള താലികെട്ട് ചടങ്ങ് നടത്തണം. നല്ല തീരുമാനം. താലികെട്ടിന്റെ കാര്യം പറഞ്ഞപ്പോ അവളെന്താ ഒന്നും മിണ്ടാതെ പോയത്? അതൊന്നും ഓർത്ത് കമല വിഷമിക്കണ്ട. എല്ലാം ഭംഗിയായി തന്നെ നടക്കും. അത് മതി. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ. എല്ലാം നാളത്തെ ബോർഡ് മീറ്റിംഗിൽ എടുക്കേണ്ട തീരുമാനങ്ങൾ അടങ്ങിയ ഡോക്യുമെന്റ്സ് ആണ്. പോറ്റി സാർ ഇത് മാഡത്തെ ഏൽപ്പിക്കാൻ പറഞ്ഞു. നാളെ പോറ്റി സാർ ഉണ്ടാവില്ലേ? ഉണ്ടാവുന്നാ പറഞ്ഞത്. കമ്പനിയുടെ ചെയർമാൻ സ്ഥാനം നാളെ അവന്തിക മാഡം ഏറ്റെടുക്കണം. അതോടെ സേതുമാധവനോടും കുടുംബത്തോടുമുള്ള എന്റെ പകയുടെ കണക്കുകൾ തീരും. പക്ഷേ പുതിയൊരു ശത്രുവിടെ ജന്മം എടുത്തിട്ടുണ്ടോ എന്ന് എനിക്കൊരു സംശയം. എന്താ അങ്ങനെ തോന്നാൻ കാരണം? ഇനി ഏത് ശത്രു? അങ്ങനെ ആരും ഇനി വരാനില്ലല്ലോ. അർച്ചന തന്നെയാണ് ഇപ്പോഴും മാഡത്തിന്റെ പ്രധാന ശത്രു. അതിനൊരു മാറ്റവും വരാനില്ല. അല്ല മൂർത്തി, ചില സൂചനകൾ എനിക്ക് മുൻകൂട്ടി കാണാൻ കഴിയുന്നുണ്ട്. അത് അർച്ചനയല്ല. എന്റെ നീക്കങ്ങൾ കൃത്യമായിട്ട് ആ ശത്രു മനസ്സിലാക്കുന്നുണ്ട്. ആരാത്? ആരായാലും ഞാൻ അവരെ കണ്ടെത്തും.
എന്റെ കൂടെ നിന്ന് എന്നെ ചതിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കുള്ള ശിക്ഷ വളരെ ക്രൂരമായിരിക്കും. എന്തായാലും അമ്മാവൻ നാളത്തേക്കുള്ള കാര്യങ്ങൾ അറേഞ്ച് ചെയ്യണം. കൃഷ്ണഭദ്ര വക്കീലിനെ നാളെ തന്നെ കമ്പനിയുടെ ലീഗൽ അഡ്വൈസറായി നിയമിക്കുകയും വേണം. അതിനുള്ള പേപ്പേഴ്സും കൂടി തയ്യാറാക്കിക്കോണം. അതെല്ലാം ഞാൻ ചെയ്തോളാം. എന്നാ ശരി. വാ വക്കീലേ. യെസ് മാഡം. എന്തോ ചീഞ്ഞ് നാറുന്നുണ്ടല്ലോ മൂർത്തി. അവൾക്കെന്തോ സംശയം തോന്നിയിട്ടുണ്ട്. അതുതന്നെയാണ് എനിക്കും തോന്നുന്നത്. ഇല്ലെങ്കിൽ ഒരു പുതിയ ശത്രുവിനെ കുറിച്ച് ഇപ്പൊ ഇങ്ങനെ പറയേണ്ട ഒരു കാര്യവുമില്ല. നമ്മൾ ഇനിയും വളരെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. കുട്ടിക്കുരങ്ങനെ കൊണ്ട് ചൂട് ചോറ് വാരിക്കുന്നത് പോലെ ഇത്രയും കാലം അവളെ മുൻനിർത്തി നമ്മളെല്ലാം ചെയ്തു. സേതുമാധവനിൽ നിന്നെല്ലാം പിടിച്ചെടുത്തു. അവന്തികയുടെ അച്ഛനും സേതുമാധവനും ഇടയിൽ നിന്ന് കളിച്ചതേ അമ്മാവനാണെന്ന് അറിഞ്ഞാൽ അതോടെ അവന്തിക അമ്മാവനെ തീർക്കും. ചിരിക്കണ്ട. സ്വന്തം അമ്മാവനാണെന്നുള്ള ഒരു പരിഗണനയും അവന്തിക കാണിക്കില്ല. അതിനു മുൻപ് അവളെ ഞാനങ്ങ് തീർക്കും. പുതിയ ശത്രുവിനെ തിരഞ്ഞവൾ വരട്ടെ. അപ്പോളായിരിക്കും അവൾ ഈ അനിരുദ്ധന്റെ വിശ്വരൂപം കാണാൻ പോകുന്നത്. അച്ഛൻ എന്തേ കാണിക്കുന്നേ? അവൾ ഇനി ജീവിച്ചിരിക്കണ്ട. അച്ഛാ, അവളെ ഞാൻ കൊല്ലും. അച്ഛൻ ഞാൻ പറയുന്നൊന്ന് കേക്ക് പ്ലീസ്. അച്ഛൻ എങ്ങോട്ട് പോവല്ലേ. മാറിക്ക്. എന്നെ തടയാൻ നോക്കരുത്. അച്ഛാ, അച്ഛൻ നിക്കച്ഛാ. അച്ഛനെ വിടല്ലേ. എന്നെ വിടാൻ. അച്ഛനെന്താ അവളെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാൻ പോകണം? പിന്നെ ഞാൻ എന്താ വേണ്ടത്? ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയ ഓഫീസിൽ നിന്നാ അവള് നിങ്ങളെ ഇറക്കി വിട്ടത്.